ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുകഥ ഇവിടെ വായിക്കാം. ഞാൻ എഴുതിയ കഥയാണ്. ആ കഥയുടെ പേര് പ്രതീക്ഷ എന്നാണ്. ഓണസദ്യ വളരെ കേമമായിരുന്നു. സദ്യ ഊണിന് ശേഷം ദേവൻ്റെ രുക്മിണിയും അപ്പുവും നന്നായിട്ടൊന്ന് ഉറങ്ങി. ദേവനെ കൂടാതെയായിരുന്നു രുക്മിണിയും അപ്പുവും വെക്കേഷന് വീട്ടിലേക്ക് പോയത്. അവരെ കണ്ടപ്പോൾ മുതൽ പ്രഭാവതി അമ്മയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്നാലും ഒരു സങ്കടം. പായസം കൂട്ടി സദ്യ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അലറിപ്പാഞ്ഞു പോയ കന്യാകുമാരി എക്സ്പ്രസിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടായിരുന്നു രുക്മിണി ഉണർന്നത്. ഇന്ന് തീയതി 29. 2 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. ഉടൻ തന്നെ അപ്പുവിനെയും കുളിപ്പിച്ചൊരുക്കി ധൃതിയിൽ രുക്മിണി അവിടെ നിന്നും ഇറങ്ങി. വിരഹത്തിൻ്റെ കരിനിഴൽ മുന്നിലും ദേവനെ കൂടാതെയുള്ള ഓണം പലത് കഴിഞ്ഞിരിക്കുന്നു. രുക്മിണി മഴക്കാറുകളെ നോക്കി നെടുവേർപ്പെട്ടു. വിദേശത്ത് പോയ ദേവൻ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും മടങ്ങി എത്തിയിരുന്നില്ല. ഓരോന്നൊക്കെ ചിന്തിച്ച് വീടെത്തിയത് അറിഞ്ഞതേയില്ല. വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ രുക്മിണിയെയും അപ്പുവിനെയും കാത്ത് മുത്തച്ഛനും മുത്തശ്ശിയും ഉമ്മറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തിരുമുറ്റത്തേക്ക് പദമൂന്നിയ രുക്മിണിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. മുറ്റത്ത്, ആ തിരുമുറ്റത്ത് അതിൻ്റെ ഒരു കോണിലായി ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലായി തൻ്റെ എല്ലാമായിരുന്ന ദേവനും. ബാക്കി ഭാഗം നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.